കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വൈറൽ സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് വെറുതെ അല്ല കേട്ടോ വൈറലായത്, സംഭവം കിഡുവാണ്. നമുക്ക് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാൻ, നൈറ്റൊക്കെ കഴിക്കാൻ, സാലഡായിട്ട് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ. സംഭവം സൂപ്പറാണ്. ഉണ്ടാക്കാനാണെങ്കിൽ അധികം സമയമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാലഡിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ മതി കേട്ടോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളാണ് വേണ്ട കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ദേ ഒരു സബോള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ദേ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമാണ് ഞാൻ എടുക്കണുള്ളൂ. ഇനി നമുക്ക് സാലഡിന് അരിയുമ്പോൾ ദേ ഒരു പ്രത്യേക രീതിയിൽ തന്നെ കേട്ടോ, നല്ലോണം നൈസായിട്ട് വേണം നമ്മൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഞാൻ ഈ സബോള ദേ നൈസായിട്ട് ഈളീളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ അരിഞ്ഞെടുത്താലാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നൈസായിട്ട് അരിയാൻ ശ്രമിച്ചോളൂ കേട്ടോ. സബോള ഇതേപോലെ നല്ലോണം കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം കേട്ടോ. നൈസായിട്ട് അരിഞ്ഞെടുക്കാം. രണ്ട് ചെറുതായിട്ട് നൈസായിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ. കറക്റ്റായിട്ട് അരിഞ്ഞെടുത്താൽ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ കാണാനാച്ചാൽ ഒരു ഭംഗി ഉണ്ടാവും, നല്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നൈസായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, അതും ഞാൻ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ മൂന്നും കൂടിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മുടെ സബോളയും തക്കാളിയും നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് എടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തിരുമ്മി കൂട്ടണം കേട്ടോ. നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. നമ്മുടെ സബോളയും തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. കണ്ടോ, ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ട് തന്നെ നന്നായിട്ട് സബോളയൊക്കെ സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ സാലഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ നന്നായിട്ട് അങ്ങനെ നന്നായിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സാധനങ്ങൾ കൂട്ടിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു രണ്ടാൾക്ക് കഴിക്കാനുള്ള പാകത്തിനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. കൈ കൊണ്ട് കുഴച്ചാൽ മാത്രമാണ് നമ്മുടെ സബോളയൊക്കെ നന്നായി സോഫ്റ്റായിട്ടുള്ളൂ. നമ്മൾ സ്പൂൺ കൊണ്ട് കുഴച്ചുകൊണ്ട് ഇതുപോലെ സോഫ്റ്റ് ആവണമെന്നില്ലേ, കണ്ടില്ലേ. ഇപ്പോൾ ഇതേപോലെ കുഴച്ചപ്പോൾ തന്നില്ലേ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗം മതി. സോഫ്റ്റ് ആയതിന് ശേഷം കുറച്ച് തൈര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അര കപ്പ് തൈര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഉപ്പും എല്ലാം പാകത്തിന് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് സ്പൂണൊന്ന് വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി തൈരിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഉപ്പ് എങ്ങനെയാണെന്നൊക്കെ നോക്കി നോക്കാം. നമ്മൾ ആദ്യമേ ഒന്ന് സബോള ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഉപ്പ് പാകമായിട്ടുണ്ടോന്ന് ഒന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ. വേറെ കറികളൊന്നും വേണ്ട ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. നമുക്ക് ഉപ്പ് എന്നിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നോക്കിയതിന് ശേഷം നമുക്കൊന്ന് ഇതിലേക്ക് കുറച്ചൊന്ന് വറുത്തിടണം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നാലാണ് നമ്മുടെ ഈ സാലഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ. വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം കുറച്ച് നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു 4 ഉണ്ട ചുവന്നുള്ളി കേട്ടോ. ജസ്റ്റ് വട്ടനെ ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറുന്ന വിധത്തിൽ നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടിയതിന് ശേഷം ഒരു 2 വറ്റൽമുളക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2 എണ്ണം ഞാൻ ഇട്ട് കൊടുക്കണുള്ളൂ. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂക്കണ വരെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയും എല്ലാം ഒരു നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമാണ് കേട്ടോ. ഇപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അത് എയറിലായിരുന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ നമുക്കും സൂപ്പറായിട്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കാത്തവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഞാൻ 2 കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മൂപ്പായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കായം പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അര ടീസ്പൂൺ ഞാൻ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സാധനം ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സാലഡ് റെഡിയാക്കി വെച്ചിട്ടുള്ള അതിലേക്ക് നമുക്കൊന്ന് കാച്ചി ഒഴിക്കാം കേട്ടോ. സംഭവം സൂപ്പറാണ് കേട്ടോ. ചോറിൻ്റെ ഒപ്പം ഇത് മാത്രം മതി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു പപ്പടം ഈ സാലഡ് ഉണ്ടെങ്കിൽ ചോറ് പെട്ടെന്ന് തന്നെ പോകട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് വയ്ക്കുക. സംഭവം സൂപ്പർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും
ടാറ്റ ബൈ ബൈ.